Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ അവർ തന്നെയാണ് നമ്പർ 1. പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിഗണന ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക? അത് അവരുടെ ചില പ്രവൃത്തികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആക്ച്വലി അവരുടെ ലൈഫിൽ നമ്മളൊരു പ്രയോറിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മളെ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സൈൻസ് ഉണ്ട്, നോക്കാം. ഒന്നാമതായി ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈന് നിങ്ങളുടെ മാത്രം ആവശ്യമായിരിക്കും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ദിവസവും നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ എഫേർട്ടും നിങ്ങളുടെ മാത്രം ഭാഗത്തു നിന്നായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വരുന്നു, സംസാരിക്കുന്നു, പിന്നീട് 1, 2, 3 ദിവസത്തേക്ക് അവരെ കുറിച്ച് യാതൊരുവിധ വിവരവും ഉണ്ടായിരിക്കില്ല. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അവരുടെ അപ്ഡേഷൻസ് ഒന്നും അറിയിക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ അയക്കുന്ന മെസ്സേജസിന് അല്ലെങ്കിൽ നിങ്ങളുടെ കോൾസിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് 1 സൈഡഡ് മാത്രമാണ്, അത് നിങ്ങളുടെ ഭാഗത്തുനിന്നും മാത്രമാണ് വരുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുക്കുന്നത്, നിങ്ങളുടെ മാത്രം ആവശ്യമായി മാറിയിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ് നിലനിർത്തുക എന്ന രീതിയിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ നമ്പർ 1 അല്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. അതാണ് അവരുടെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലേക്ക് നിങ്ങളെ ഒരിക്കലും അവർ ഇൻവൈറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് അവരുടെ സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സോ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നും ഓരോ കാര്യങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളെ അത്രയധികം അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. 3, ലാക്ക് ഓഫ് ഇന്റിമസി. നിങ്ങളോട് അവർ ഒട്ടും ഇന്റിമേറ്റ് അല്ല, അല്ലെങ്കിൽ ഒട്ടും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഒരു കരുതലോ അല്ലെങ്കിൽ എഫെക്ഷനോ അല്ലെങ്കിൽ സ്നേഹമായിക്കൊള്ളട്ടെ, ഇതൊന്നും കൃത്യമായി ഒരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അത്രത്തോളം ഒരു മാനസിക അടുപ്പം ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം കാരണം അവരത്രയധികം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റിമസി നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു ഇന്റിമസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നില്ല, അതിനൊരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ അത്ര നമ്പർ 1 ആയിട്ടല്ല നിലവിൽ ഉള്ളത് എന്നുള്ളത്. 4ാമത്തെ കാര്യമാണ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് അറിയിക്കാനോ, നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കാനോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കാര്യം നിങ്ങളോടൊന്ന് തുറന്ന് പറയാനോ ഒന്നും സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. സോ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രസന്റ് ലൈഫിൽ എടുക്കുന്ന ഒരു ഡിസിഷനോ ആയിക്കൊള്ളട്ടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ന് വിചാരിക്കാം. അത് നിങ്ങൾ അറിയുന്നു കൂടിയില്ല, നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുന്നില്ല, അത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് കൂടി പറയേണ്ടതാണ് എന്നുള്ളൊരു തോന്നലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവര് നിങ്ങൾ അത്രയധികം പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ പ്രയോറിറ്റൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിക്കണം എന്നൊരു തോന്നലുണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരോടൊരു അഭിപ്രായം ചോദിക്കുക, അല്ലെങ്കിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ മാക്സിമം ഒരു എഫേർട്ട് എടുക്കും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം
അത്രയധികം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. നെക്സ്റ്റ്, അവരുടെ ഭാഗത്തുനിന്നും ഒരു കാര്യത്തിനും ഒരു മുൻകൈ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതൊന്ന് സംസാരിക്കാനാണെങ്കിലും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാനാണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യാനാണെങ്കിലും ഒന്നും തന്നെ അവരൊരു കാര്യത്തിനും എഫേർട്ട് എടുക്കില്ല. അവരുടെ ഭാഗത്തുനിന്നും ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരെ അപ്ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ അത്തരത്തിലുള്ള ഒരു മുൻകൈ ഒരു കാര്യത്തിനും വരുന്നില്ല എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു കാര്യത്തിനും അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. അവരുടെ ലിസ്റ്റിൽ നിങ്ങൾ നമ്പർ 1 അല്ല, പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 അല്ല എന്നുള്ളത്. നെക്സ്റ്റ്, എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിൽ, ചിലപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം, നമ്മുടെ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഡൗൺ ആയ സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു വ്യക്തി എന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും സ്നേഹിക്കുന്ന വ്യക്തി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മിക്ക ആളുകളും. സോ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് അവരെ കിട്ടുന്നില്ല, ഒട്ടും അവൈലബിൾ ആകുന്നില്ലെങ്കിൽ, ഒരു പക്ഷേ അവരോട് ആവശ്യപ്പെട്ടിട്ട് കൂടി അതവർ മനസ്സിലാക്കാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യണം, ഒന്ന് കാണണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനൊക്കെ എപ്പോഴും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ലൈഫിൽ ആക്ച്വലി നിങ്ങൾ അത്ര ഒരു നമ്പർ 1 പ്രയോറിറ്റി ആയിട്ട് അവർ നിലവിൽ കാണുന്നില്ല എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, അവരുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അതെല്ലാം അവർ ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലാണ് അവരത് മേക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അതിനൊരു ക്യൂരിയോസിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്ലാൻസ് ഒക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് ആ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാത്രമാണ് അവർ പറയുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അത്ര ഒരു ക്യൂരിയോസിറ്റി, ഇൻട്രസ്റ്റ് അവരുടെ ഭാഗത്തൊന്നും വരുന്നില്ല എന്നുള്ളത്. മാത്രമല്ല, അവരെന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നില്ല, മാത്രമല്ല നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുമില്ല. സോ ഇത്തരത്തിൽ വേണമെങ്കിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരുടെ ഭാഗത്തുനിന്നും ഓരോ കാര്യങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ സൈൻ. സോ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും നമ്പർ 1 അല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ അവർ നമ്പർ 1 ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എപ്പോഴും ഒരു വൺ സൈഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഒരു വ്യക്തി നമ്മളെ അത്രയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നമ്മൾ അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്